നമസ്കാരം. കഥാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മഹാദേവൻ കിരാതമൂർത്തിയായിട്ട് അർജുനന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഘോരയുദ്ധത്തിന് ശേഷം പാശുപതാസ്ത്രം നൽകി അദ്ദേഹത്തെ അനുഗ്രഹിച്ച കിരാതാർജുനീയം കഥയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ സംസ്കൃതത്തിലെ പഞ്ചമഹാകാവ്യങ്ങളിലൊന്നാണ് ഈ കിരാതാർജുനീയം എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഇതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പാണ്ഡവ കൗരവ യുദ്ധം ഏകദേശം പ്രഖ്യാപിതമായിരിക്കുന്ന സമയത്ത് വ്യാസമഹർഷി ഒരിക്കൽ യുധിഷ്ഠിരനെ കാണാനെത്തുകയാണ്. അപ്പോൾ അദ്ദേഹം ധർമ്മസങ്കടത്തിലായിട്ടിരിക്കുന്നതായിട്ടാണ് കണ്ടത്. കാരണം ഈ കണ്ട എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഇനി യുദ്ധം ചെയ്ത് അവയെല്ലാം തിരിച്ചു നേടണം, ഇതിനൊക്കെയുള്ള കരുത്ത് തനിക്കുണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ട് അദ്ദേഹം ധർമ്മസങ്കടത്തിലാവുകയാണ്. മറ്റു പാണ്ഡവരുടെ അവസ്ഥയും ഇതിൽ നിന്ന് വ്യത്യാസമൊന്നുമല്ല. ആ സമയത്ത് വ്യാസമഹർഷി എന്ത് ചെയ്തു? അർജുനനെ കണ്ടിട്ട് പാണ്ഡവ കൗരവ യുദ്ധത്തിന്, അതായത് കുരുക്ഷേത്ര യുദ്ധത്തിൽ തങ്ങൾക്ക് വിജയം നേടണമെന്നുണ്ടെങ്കിൽ ദേവന്മാരെ പ്രസാദിപ്പിച്ചിട്ട് അവരിൽ നിന്നും ദിവ്യങ്ങളായിട്ടുള്ള ആയുധങ്ങൾ, അസ്ത്രങ്ങളൊക്കെ നേടേണ്ടതായിട്ടുണ്ട്. രുദ്രദേവനെയും യമദേവനെയും അഗ്നിദേവനെയും ഒക്കെ പ്രസാദിപ്പിച്ചിട്ട് അവരിൽ നിന്നും വിശേഷമായിട്ടുള്ള അസ്ത്രങ്ങൾ സ്വന്തമാക്കുകയാണെങ്കിൽ വിജയം നിങ്ങൾക്ക് സുനിശ്ചിതമാണ് എന്ന് അർജുനനെ ഉപദേശിക്കുകയാണ്. ഇത് കേട്ട അർജുനൻ ദ്രൗപദിയോടും മറ്റു പാണ്ഡവരോടും സുഹൃത്തുക്കളോടുമൊക്കെ യാത്ര പറഞ്ഞിട്ട് തപസ്സിനായിട്ട് വനത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകും വഴി ഗന്ധമാദന പർവ്വതമൊക്കെ കഴിഞ്ഞിട്ട് ഹിമാലയ സാനുക്കളെ ലക്ഷ്യമാക്കി അർജുനൻ പോകുന്ന സമയത്ത് ഒരു മഹർഷി വഴിയിലിരിക്കുന്നതായിട്ട് കണ്ടു. അദ്ദേഹം ഈ അർജുനനെ വഴിയിൽ നിന്ന് തടയുകയാണ്. കാരണം ഇത് വനപ്രദേശമാണ്, ഇതിനകത്തേക്ക് ആയുധങ്ങളുമായിട്ട് പ്രവേശനം സാധ്യമല്ല എന്ന് അർജുനനോട് പറയുകയാണ്. എന്നാൽ അർജുനൻ ഈ മഹർഷിയോട് പറഞ്ഞു, ഞാൻ ദിവ്യങ്ങളായിട്ടുള്ള അസ്ത്രങ്ങളും ആയുധങ്ങളും ഒക്കെ നേടാൻ തപസ്സിരിക്കാനായിട്ട് പോവുകയാണ്, അതിനാൽ തന്നെ ഈ ആയുധങ്ങൾ പുറത്ത് വെച്ചിട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുകയാണ്. അവസാനം അർജുനൻ വിജയിച്ചു. ഈ സമയത്ത് ഈ മഹർഷിയായിട്ട് വന്നയാൾ തൻ്റെ യഥാർത്ഥ രൂപം പുറത്ത് കാണിക്കുകയാണ്. അത് ഇന്ദ്രദേവനായിരുന്നു, അതായത് അർജുനൻ്റെ പിതാവായിട്ടുള്ള ഇന്ദ്രദേവൻ. അദ്ദേഹം മകനെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ എല്ലാ ദേവന്മാരുടെയും അസ്ത്രങ്ങൾ നിനക്ക് നൽകിയാലും അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അതിനേക്കാൾ ഏറെ ശക്തിയുള്ള, ഈ ഭൂലോകത്തിൽ വെച്ച് ഏറ്റവും ശക്തിയുള്ള അസ്ത്രമായിട്ടുള്ള പാശുപതാസ്ത്രം ലഭിച്ചാൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ്. അതിനായിട്ട് നീ മഹാദേവനെ തപസ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അർജുനനെ അനുഗ്രഹിച്ചിട്ട് ഇന്ദ്രദേവൻ അപ്രത്യക്ഷനായി. ഇത് കേട്ട അർജുനൻ ഹിമാലയത്തിലെത്തി കൈലാസ പർവ്വതങ്ങളെ ലക്ഷ്യമിട്ടിട്ട് തപസ് ചെയ്യാൻ തുടങ്ങുകയാണ്. ആദ്യം അദ്ദേഹം 3 ദിവസം ഇടവിട്ട് മാത്രമേ ആഹാരം കഴിക്കുകയുള്ളൂ. ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ തപസ്. പിന്നീട് അത് 6 ദിവസമാക്കി, പിന്നീട് 1 മാസമാക്കി. അത് കഴിഞ്ഞിട്ട് അവസാനമായപ്പോഴേക്കും ആഹാരമെല്ലാം ഉപേക്ഷിച്ചിട്ട് ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യാൻ വരെ അദ്ദേഹം തുടങ്ങി. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കഠിനമായിട്ടുള്ള തപസ് കണ്ടിട്ട് മഹർഷിമാർക്ക് പോലും അനുകമ്പ തോന്നുകയും അവർ കൈലാസത്തിലെത്തി മഹാദേവനോട് അഭ്യർത്ഥിക്കുകയാണ്, ഇന്ദ്രപുത്രനായിട്ടുള്ള അർജുനനെ അനുഗ്രഹിക്കണം, പാശുപതാസ്ത്രം നൽകി അനുഗ്രഹിക്കണമെന്ന്. അങ്ങനെ മഹാദേവൻ ഒരു കിരാതൻ്റെ രൂപത്തിൽ അർജുനന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഈ സമയത്ത് മൂകാസുരൻ എന്ന് പറയുന്ന ഒരു കാട്ടുപന്നി ഈ അർജുനൻ്റെ തപസ് മുടക്കാനായിട്ട് അർജുനൻ്റെ നേർക്ക് ഇങ്ങനെ ഓടി അടിക്കുകയാണ്. അപ്പോൾ ഈ പന്നി ദൂരെ നിന്ന് വരുന്നതേ അർജുനൻ കണ്ടു. എങ്കിലും അദ്ദേഹം പ്രതികരിക്കുന്നില്ല. കാരണം ഇതിനെതിരെ പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തപസ്സിന് ഭംഗം സംഭവിക്കും എന്നുള്ളത് തന്നെ. അപ്പോൾ അടുത്തെത്തിയിട്ടും പന്നി ദിശ മാറുന്നില്ല. അപ്പോൾ എന്തായാലും തൻ്റെ തപസ്സിന് ഭംഗം വരും എന്ന് മനസ്സിലാക്കിയ അർജുനൻ ഈ പന്നിയോട് പറയുകയാണ്, നീ നിൻ്റെ ദിശ മാറ്റിക്കൊള്ളുക, എൻ്റെ തപസ്സിന് ഭംഗം വന്നു കഴിഞ്ഞാൽ ഞാൻ നിന്നെ ഉറപ്പായിട്ടും വധിക്കുമെന്ന്. എന്നിട്ടും ഈ പന്നി ഇതിൻ്റെ ദിശ മാറ്റുന്നില്ല. അർജുനന് നേരെ ഇങ്ങനെ പാഞ്ഞെടുക്കുക. ആ സമയത്ത് അർജുനൻ ഈ പന്നിക്ക് നേരെ ഒരു അമ്പെയ്യുകയും അത് തൽക്ഷണം ചെരിഞ്ഞ് വീഴുകയും ചെയ്തു. അങ്ങനെ അർജുനൻ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ പന്നിയുടെ മുതുകിൽ 2 അമ്പ് കൊണ്ടതായിട്ട് കണ്ടു. അപ്പോൾ അദ്ദേഹം ചുറ്റും നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു കിരാതൻ, അതായത് ഒരു കാട്ടാളനും കൂടെ ഒരു കാട്ടാള സ്ത്രീയും കുറേ വേടന്മാരുമായിട്ട് വരുന്നത് കണ്ടു. അപ്പോൾ അർജുനന് മനസ്സിലാവുകയാണ് മറ്റേ അമ്പ് എയ്തത് ഈ കിരാതനാണെന്നുള്ളത്. അർജുനൻ ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നീ ആരാണ്? ഈ വന്യമൃഗങ്ങൾ വസിക്കുന്ന വനത്തിൽ ഭാര്യയെയും കൂട്ടാളികളെയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാനായിട്ട് നിനക്ക് പേടിയില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ കിരാതൻ പറഞ്ഞു, ഇത് ഞങ്ങളുടെ കാടാണ്, ഞങ്ങളുടെ വാസസ്ഥലമാണ്, ഇവിടെ വന്ന് ഈ സ്ഥലം കയ്യേറിയിരിക്കുന്നത് നീയാണ്, ഞാൻ ലക്ഷ്യം വെച്ച പന്നിയെയാണ് നീ അമ്പ് ചെയ്തിരിക്കുന്നത് എന്ന് കിരാതൻ അർജുനനോട് പറയുകയാണ്. അപ്പോൾ അർജുനന് ദേഷ്യം വന്നു. കാരണം ഈ കേവലനായിട്ടുള്ള കാട്ടാളൻ വില്ലാളി വീരനായിട്ടുള്ള അർജുനനെതിരെയാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉയർത്തുന്നത്. അപ്പോൾ അർജുനൻ പറഞ്ഞു, ഈ പന്നി അമ്പ് ചെയ്തത് ഞാനാണ്, എൻ്റെ അമ്പാണ് ആദ്യം തറച്ചത്, അതുകൊണ്ട് തന്നെ ഈ പന്നിയുടെ ജഡം എനിക്ക് അവകാശപ്പെട്ടതാണെന്ന്. അങ്ങനെ അവർ ഇരുവരും തമ്മിൽ വാക്കേറ്റം നടക്കുകയാണ്.
വാക്കേറ്റത്തിനൊടുവിൽ അർജുനൻ തൻ്റെ ഗാണ്ഡീവം കൊണ്ട് ഈ വേടനെതിരെ അമ്പ് ചെയ്യുകയാണ്. അങ്ങനെ കുറേ കഴിഞ്ഞിട്ടും ഈ വേടൻ്റെ മേലിൽ പാറക്കെട്ടിൽ പഞ്ഞി എന്ന പോലെ ഈ അമ്പുകൾ കൊണ്ട് വീഴുകയാണ്. ഇദ്ദേഹം ചിരിച്ചുകൊണ്ട് ഇവയെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ഒരു തരത്തിലും പ്രഹരിക്കാനായിട്ട് ഈ അർജുനൻ്റെ ദിവ്യങ്ങളായിട്ടുള്ള ആയുധങ്ങൾക്ക് സാധിക്കുന്നില്ല. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അർജുനൻ വിഷണ്ണനായി. അദ്ദേഹം ദേവന്മാർ തനിക്ക് നൽകിയിട്ടുള്ള ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ തന്നെ തീരുമാനിച്ചു. അവയും ഈ കാട്ടാളൻ്റെ ശക്തിക്ക് മുന്നിൽ നിഷ്ഫലമായി പോവുകയാണ്. ഒടുവിൽ ഏത് വിധേനയെയും ഈ കാട്ടാളനെ വധിച്ചേ അടങ്ങൂ എന്ന് കരുതി അവസാന ശ്രമത്തിലായിട്ട് ഒരു അമ്പ് കൂടി എടുക്കാനായിട്ട് തുനിഞ്ഞപ്പോൾ അഗ്നിദേവൻ തനിക്ക് വരമായിട്ട് നൽകിയ ഒരിക്കലും ഒടുങ്ങാത്ത ആവാനാഴി തീർന്നിരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ തന്നെ അർജുനന് മനസ്സിലായി ഈ വേടൻ സാധാരണക്കാരനായിട്ടുള്ള ഒരു വേടനല്ല, ഇവനേതോ മായാവിയാണ് എന്നുള്ളത്. എന്നിട്ടും തൻ്റെ ധൈര്യം കൈവിടാതെ അദ്ദേഹം തൻ്റെ മുഷ്ടി കൊണ്ട് കാട്ടാളനെ പ്രഹരിക്കാൻ തുടങ്ങി. അങ്ങനെ അവരിരുവരും മല്ലയുദ്ധത്തിലേർപ്പെട്ടു. യുദ്ധം അവസാനിക്കാറായപ്പോൾ അർജുനൻ തൻ്റെ മുഷ്ടി കൊണ്ട് കാട്ടാളനെ കഴുത്തിൽ ഞെരുക്കി പിടിക്കുകയാണ്. എങ്കിൽ ഈ കാട്ടാളനാണെങ്കിലോ പെട്ടെന്ന് തന്നെ അതിൽ നിന്നും രക്ഷപ്പെടുകയാണ്. എന്നിട്ട് തിരിച്ച് അർജുനനെ പിടിച്ചിട്ട് ഞെരുക്കുകയാണ്. അവസാനം അർജുനൻ ഒരു ജീവച്ഛവം പോലെ ഭൂമിയിൽ വീണ് കിടന്നു. അർജുനൻ അതീവ ദുഃഖത്തോടെ അടുത്ത് കിടന്ന കളിമണ്ണ് കൊണ്ട് ഒരു ശിവലിംഗം ഉണ്ടാക്കുകയും അവിടെ അടുത്തുണ്ടായിരുന്ന പൂക്കൾ വെച്ച് ആ ശിവലിംഗത്തെ പൂജിക്കുകയും ചെയ്യാണ്. ആ സമയത്ത് ഈ ശിവലിംഗത്തിൽ വീഴുന്ന പൂക്കളെല്ലാം കിരാതനുമേൽ വർഷിക്കപ്പെടുന്നതായിട്ട് അർജുനൻ കാണുകയും ഈ കിരാതനായിട്ട് വന്നത് മഹാദേവനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് മഹാദേവൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തിൻ്റെ കാലിൽ വീണിട്ട് തൻ്റെ അവിവേകം പൊറുക്കണമെന്നും തന്നോട് ക്ഷമിക്കണമെന്നും ആവശ്യപ്പെടുകയാണ്. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, നീ എന്തിനാണ് എന്നെ തപസ് ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലായി. ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയ ആയുധമാണ് പാശുപതാസ്ത്രം. അതിന് ഏറ്റവും യോഗ്യൻ നീ തന്നെയാണ്. കാരണം നിന്നോളം ശക്തിയായിട്ട് എൻ്റെ അടുത്ത് ഇതുപോലെ യുദ്ധം ചെയ്ത മറ്റൊരു യോദ്ധാവും ഇല്ല. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും പാശുപതാസ്ത്രത്തിന് നീ യോഗ്യനാണ്. എങ്കിലും ഒരു കാര്യം നീ ശ്രദ്ധിക്കണം, ഈ പാശുപതാസ്ത്രം കുലച്ചു കഴിഞ്ഞാൽ സർവനാശമാണ് ഫലം. അതിനാൽ തന്നെ അത്രയധികം അത്യാവശ്യമായിട്ടുള്ള സന്ദർഭങ്ങളിൽ, ഒഴിവാക്കാനാകാത്ത സന്ദർഭങ്ങളിൽ മാത്രമേ ഈ പാശുപതാസ്ത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് മഹാദേവൻ പാശുപതാസ്ത്രം അർജുനന് നൽകി അനുഗ്രഹിച്ചു. അതേസമയം കാട്ടാള സ്ത്രീയായിട്ട് വന്ന യുവതി പാർവതി ദേവിയായിട്ട് മാറുകയും മറ്റു വേടന്മാരായിട്ട് വന്നവരെല്ലാം ശിവൻ്റെ ഭൂതഗണങ്ങളായി മാറുകയും ചെയ്തു. അങ്ങനെ അവരെല്ലാവരും അർജുനനെ അനുഗ്രഹിച്ചിട്ട് അവിടെ നിന്ന് അപ്രത്യക്ഷരായി. ഇങ്ങനെ കാട്ടാളനായിട്ട് അവതരിച്ച ശിവനും പാർവതിക്കും ഒരു പുത്രനുണ്ടായി. ഈ പുത്രനാണ് പിൽക്കാലത്ത് വേട്ടയ്ക്കൊരു മകനായിട്ട് അറിയപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും കഥകളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്താൽ ഇനി വരുന്ന വീഡിയോസിൽ അതുകൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്.